വീണ്ടും വീണ്ടും പൈശാചിക പീഡ വരുന്നതിന്റെ പിന്നിൽ കാരണം വചനം കൊണ്ടൊന്നും നിന്റെ ഹൃദയത്തിൽ വചനമില്ലാത്ത ശൂന്യമായിട്ട് കിടക്കുക. വചനം ശൂന്യമായിട്ട് അതുകൊണ്ട് പറഞ്ഞിട്ടുണ്ടോ, പക്ഷെ തിരിച്ചു വരുന്നതിനെ കുറിച്ച് യേശു പറയുന്നുണ്ടല്ലോ. തിരിച്ചു വരുന്നതിന്റെ കാരണം മറ്റൊന്നുമല്ല, ആ വീട് ശൂന്യമായി അടിച്ചുവാരി വൃത്തിയാക്കിയിരിക്കുന്നു, പക്ഷെ അവിടെ ഒന്നും നിറച്ചിട്ടില്ല, അവിടെ വചനം നിറഞ്ഞിട്ടില്ല. അതായത് ലുക്ക 11:24 മുതൽ അശുദ്ധാത്മാവ് ഒരുവനെ വിട്ടുപോയാൽ വരണ്ട സ്ഥലങ്ങളുടെ ആശ്വാസം നേടി അലഞ്ഞു നടക്കും. കണ്ടെത്താതെ വരുമ്പോൾ അവൻ പറയുന്നു, ഇറങ്ങിപ്പോന്ന ഭവനത്തിലേക്ക് തന്നെ ഞാൻ തിരിച്ചു വരും. തിരിച്ചു വരുമ്പോൾ ആ വീട് അടിച്ചുവാരി സജ്ജീകരിക്കപ്പെട്ടതായി കാണുന്നു. അപ്പോൾ അവൻ പോയി തന്നേക്കാൾ ദുഷ്ടനായ മറ്റ് 7 അശുദ്ധാത്മാക്കളെ കൂടി കൊണ്ടുവന്ന് അവിടെ പ്രവേശവാസം. അത് ഇനി ഒരിക്കലും അവനെ ഇറങ്ങി പോകാതിരിക്കാൻ വേണ്ടി 7 എണ്ണത്തിനോട് കൂട്ടിക്കൊണ്ടുവരും. ദൈവവചനം നിറച്ചിട്ടില്ലെങ്കിൽ, അതുകൊണ്ട് ഡെലിവറൻസ് പ്രയർ മേടിക്കാൻ പോകുന്നത് സൂക്ഷിച്ചു വേണം. ഡെലിവറൻസ് പ്രയർ സൂക്ഷിച്ചില്ലെങ്കിൽ വെച്ചാൽ അത് ശരിക്കും ഡെലിവറൻസ് പ്രയർ കഴിഞ്ഞിട്ട് ദൈവവചനം കൊണ്ട് നിറച്ചില്ല എങ്കിൽ 7 ഞങ്ങളുടെ ഒത്തിരി സംഭവം കണ്ടിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് അലഞ്ഞിറങ്ങിട്ട് വന്നിട്ട് തിരിച്ചു വീണു. അതുകൊണ്ട് ദൈവവചനം അതുകൊണ്ടാണ് നിങ്ങളിവിടെ ഞാൻ ഈ ആദ്യശനിയാഴ്ച നിങ്ങൾ വിളിച്ചു കൂട്ടുന്നത്. കാരണം ദൈവവചനം തരാൻ വേണ്ടിയാണ്. ഒരു ധ്യാനം കൊണ്ടൊന്നും പറ്റത്തില്ല. ഇത് ജീവിതം മുഴുവൻ ദൈവവചനം കൊണ്ട് നിറച്ചു കഴിയുമ്പോൾ ഒരു 3.5 വർഷമാണ് പ്രധാനപ്പെട്ടത്, 3.5 years. അപ്പൊ അത് കഴിയുമ്പോഴത്തേക്കും ദൈവവചനം കൊണ്ട് വെറുതെ ഇവിടെ ഒന്ന് കൈപ്രാർത്ഥന പഠിക്കാൻ വേണ്ടി കാര്യമില്ല. കൈപ്രാർത്ഥന എന്നുള്ളതിൻ്റെ ഒരു ഭാഗം മാത്രമാണ്. പക്ഷെ ദൈവവചനമാണ്. അതുകൊണ്ട് നിങ്ങൾ എഴുതിയെടുത്ത് പഠിക്കാതെ നിങ്ങളുടെ പ്രശ്നം തീരത്തില്ല. നിങ്ങൾക്ക് അല്ലെങ്കിൽ നിങ്ങൾ ഒരിക്കലും പ്രശ്നം തീരത്തില്ല. അച്ഛൻ വെറുതെ പറയുന്നല്ല, ഞാൻ ധ്യാനമല്ല, ദൈവിക ജ്ഞാനമാണ് സംസാരിക്കുന്നത്. ദൈവം ഞങ്ങൾക്ക് തരുന്ന ജ്ഞാനമാണ്. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഞങ്ങൾക്ക് തരുന്ന ജ്ഞാനത്തിലാണ് ഈ വചനം തരുന്നത്. അല്ലെ ബുദ്ധി കൊണ്ടല്ലേ ജ്ഞാനം തരുന്നത്, വചനം തരുന്നത്. ശ്രീമോളത്തിൽ പറഞ്ഞ ഹല്ലേലൂയ. അതെങ്ങനെയാണ് മനസ്സിൽ പരിശുദ്ധാത്മാവാണ് ഞങ്ങൾക്ക് വെളിപ്പെടുത്തി തരുന്നത്. പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തി പഠിപ്പിച്ചു തരുന്നത്. അതായത് 1 കൊരിന്തോസിന്റെ 2-ാം അധ്യായത്തിന്റെ 6 മുതൽ 10 വരെയുള്ള വചനമാണ്. അതായത് എന്നാൽ പക്വമതികളോട് ഞങ്ങൾ വിജ്ഞാനം പ്രസംഗിക്കുന്നു, പക്ഷേ ലൗകിക വിജ്ഞാനമല്ല, ഈ ലോകത്തിന് നാശോന്മുഖരായ അധികാരികളുടെ വിജ്ഞാനമല്ല, രഹസ്യവും നിഗൂഢവുമായ ദൈവിക ജ്ഞാനമാണ് ഞങ്ങൾ പ്രസംഗിക്കുന്നത്. രഹസ്യവും നിഗൂഢവും, ഇത് രഹസ്യമാണ്, നിഗൂഢമാണ് ഞങ്ങൾ പ്രസംഗിക്കുന്നത്. അത് നമ്മുടെ മഹത്വത്തിനായി യുഗങ്ങൾക്ക് മുമ്പേ തന്നെ ദൈവം നിശ്ചയിച്ചിട്ടുള്ളതാണ്. ഈ ലോകത്തിലെ അധികാരികൾ ആർക്കും അത് ഗ്രഹിക്കാൻ സാധിക്കും. ഇത് ഗ്രഹിക്കാൻ പറ്റും. അച്ഛനി പറയുന്നത് ഈ ലോകത്തിലെ അധികാരിച്ച് പൈശാചിക ബന്ധനമുള്ള ആർക്കും തന്നെ ഇത് ഗ്രഹിക്കാൻ പറ്റത്തില്ല. പറഞ്ഞേ ഹല്ലേലൂയ.